Hi everyone, welcome back to Kunni's class. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ചാപ്റ്റർ പൊളിറ്റിക്സ് 7th സ്റ്റാൻഡേർഡ് പൊളിറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു അല്ലേ? എല്ലാവരും ചാപ്റ്റർ പഠിച്ചോ? എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നേരെ എക്സാം ടോപ്പേഴ്സ് എന്നുള്ള ചാനലിലേക്ക് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുകയും നമ്മളിവിടുന്ന് ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് എക്സാം ടോപ്പർ ആവാനായിട്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുക, എക്സാം ടോപ്പർ ആവുക. അപ്പം നമുക്കിന്ന് പൊളിറ്റിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ റോൾ ഓഫ് ദ ഗവൺമെൻറ് ഇൻ ഹെൽത്ത് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, in a democracy, people expect the government to work for their welfare. This could be through the provision of education, health, employment, housing, or the development of roads, electricity, etc. In this chapter, we shall examine the meanings and problems related to health. Look at the subheadings of this chapter. In what ways do you think this topic is related to the work of government? ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ, ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വെക്കും അല്ലേ? അതായത് നമ്മുടെ വെൽഫെയർ, ക്ഷേമം ത്തിലൊക്കെ ഗവൺമെൻറ് ഒന്ന് ഇടപെട്ട് നമ്മളെ നല്ല രീതിയിൽ നോക്കാനായിട്ട് ഈ ഗവൺമെൻറ് ഒന്ന് ഇടപെടണം എന്നൊക്കെ നമ്മളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യും അല്ലേ? അതെന്തിലൂടെയൊക്കെയാണ്? നമ്മുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, എംപ്ലോയ്മെൻറ്റ്, ഹൗസിങ്, റോഡ്സും ഇലക്ട്രിസിറ്റിയും ഒക്കെ കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും. ഈ പറഞ്ഞ റീജിയൻസിലൊക്കെ ഗവൺമെൻറ് ഇടപെട്ട് അവിടെ ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഗവൺമെൻറ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ? വാട്ട് ഈസ് ഹെൽത്ത്? We can think of health in many ways. Health means our ability to remain free of illness and injuries. Okay, അപ്പോൾ എന്താണ് ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു എബിലിറ്റിയാണ്. അസുഖങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ മുറിവുകളൊന്നും പറ്റാതെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ആ ഒരു നമുക്ക് അസുഖങ്ങളൊന്നും വരാത്ത ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ, ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. But health isn't only about disease. You may have associated only some of the situations in the above collage with health. What we often ignore is the fact that each of the above situations is related to health. Apart from disease, we need to think of other factors that affect our health. അപ്പം നമ്മൾ പറയുന്ന പോലെ നമുക്ക് അസുഖം വരാതിരിക്കുന്ന മാത്രമല്ല ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം മുകളിൽ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്താ, വെള്ളം എടുക്കുന്ന ഒരു സ്ത്രീ, അതുപോലെ ആംബുലൻസ് സർവീസ് അല്ലേ, അതുപോലെ നേഴ്സിംഗ് പഠിക്കുന്ന കുറച്ച് കുട്ടികൾ, ഫുഡ്, പിന്നെ പൈപ്പ് വാട്ടർ കണക്ഷൻസ് ഒക്കെയുള്ള, പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ കുറേ ആൾക്കാർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് അല്ലേ? അപ്പം നമ്മൾ അസുഖം വരാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. For example, if people get clean drinking water or a pollution-free environment, they are likely to be healthy. All of us would like to be active and in good spirits in whatever we may be doing. It isn't healthy to be dull, inactive, anxious or scared for long stretches of time. We all need to be without mental strain. All of these various aspects of our lives are a part of health. അപ്പോൾ നമ്മുടെ ബോഡി ഹെൽത്തിയാണ്, നമുക്ക് അസുഖങ്ങളൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കുന്ന ഒരു ചുറ്റുപാടിലല്ല നമ്മൾ താമസിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഹെൽത്തി ആയിരിക്കില്ല. നമ്മുടെ മെൻ്റൽ കണ്ടീഷൻസും അതിന് സ്റ്റേബിൾ ആയിരിക്കണം. അതായത് പെട്ടെന്ന് ഇനാക്റ്റീവ് ആയിരിക്കുക, വളരെ ഡൾ, ഗ്ലൂമി ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും പെട്ടെന്ന് കേൾക്കുമ്പം ആങ്ഷ്യസ് ആവുക, അതുപോലെ തന്നെ പേടിക്കുക, ഇതൊക്കെ ചെയ്യുമ്പം നമ്മുടെ മെൻ്റൽ കണ്ടീഷൻസും സ്റ്റേബിൾ അല്ല അല്ലേ? അപ്പോൾ നല്ലൊരു മെൻ്റൽ കണ്ടീഷൻസ് ഉള്ളവരെയാണ് നമ്മൾ, സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഹെൽത്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫിസിക്കലി മാത്രം ഹെൽത്തി ആയിരുന്നാൽ മാത്രം പോരാ, നമ്മൾ മെൻ്റലി കൂടി ഹെൽത്തി ആയിരിക്കണം എന്നാണ് പറയുന്നത്. Healthcare in India. Let us examine some of the aspects of healthcare in India. Compare and contrast the situations expressed in the first and second column.
ഇപ്പോൾ ഇവിടെ 2 കോളത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കോളത്തിൽ തന്നിരിക്കുന്നത് കുറേ മെറിറ്റ്സ് ആണ്, കുറേ അഡ്വാൻറ്റേജസ് ആണ്. സെക്കൻഡ് കോളത്തിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. India has the largest number of medical colleges in the world and is among the largest producers of doctors. Approximately 15,000 new doctors qualify every year. ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് മെഡിക്കൽ കോളേജസ് ഉണ്ട് ഇവിടെ. അതായത് ഒരുപാട് ഡോക്ടേഴ്സിനെ അവർ പഠിപ്പിച്ച് ഓരോ വർഷവും പാസ് ഔട്ട് ആക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പം ഒരു വർഷം 15,000ഓളം പുതിയ ഡോക്ടേഴ്സാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് പഠിച്ചിറങ്ങുന്നത്. ഇനി അതിൻ്റെ ഡിമെറിറ്റ് എന്താ? മോസ്റ്റ് ഡോക്ടേഴ്സ് സെറ്റിൽ ഇൻ അർബൻ ഏരിയാസ്. പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ് ഹാവ് ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസസ് ടു റീച്ച് എ ഡോക്ടർ. ദ നമ്പർ ഓഫ് ഡോക്ടേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദ പോപ്പുലേഷൻ ഈസ് മച്ച് ലെസ് ഇൻ റൂറൽ ഏരിയാസ്. മിക്ക ഡോക്ടേഴ്സും അർബൻ ഏരിയാസ്, അതായത് സിറ്റീസിലൊക്കെയാണ് കാണുക അല്ലേ. വില്ലേജസിലൊന്നും അധികം ഡോക്ടേഴ്സ് ഉള്ളതായിട്ട് നമുക്കറിയില്ല അല്ലേ. അപ്പം ഐഡിയൽ വില്ലേജസിലും ഒക്കെയുള്ള റൂറലായിട്ടുള്ള ഏരിയാസിലുള്ള ആൾക്കാർ അർബൻ ഏരിയാസിലേക്ക് പോകണം. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഡോക്ടറിനെ കാണാനായിട്ട്. അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ഡോക്ടേഴ്സ് ഒരു വർഷം പഠിച്ചിറങ്ങുന്നുണ്ട്. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഒരുപാട് മെഡിക്കൽ കോളേജസും ഒരുപാട് ഡോക്ടേഴ്സും ഉണ്ടെന്നുള്ളത്. പക്ഷേ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർ ഡോക്ടറെ കാണാനായിട്ട് അവർ താമസിക്കുന്ന അർബൻ ഏരിയാസിലോട്ട് പോകണം എന്നുള്ളതൊരു ഡിസഡ്വാൻറ്റേജാണ് അല്ലേ. Healthcare facilities have grown substantially over the years. In 1950, there were only 2,717 hospitals in India. In 1991, there were 11,174 hospitals. In 2000, the number grew to 18,218. അപ്പം നമ്മുടെ രാജ്യത്തെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസൊക്കെ ദിവസവും ചെല്ലുന്തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ്. 1915 വെറും 2,717 ഹോസ്പിറ്റൽസ് മാത്രമേ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2000 ആയപ്പോഴത്തേക്കോ 18,218 ഹോസ്പിറ്റൽസോളം ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ കണക്കൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് ഹോസ്പിറ്റൽസ് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. About 5 lakh people die from tuberculosis every year. This number is almost unchanged since independence. Almost 2 million cases of malaria are reported every year and this number is in decreasing. പക്ഷേ ഏകദേശം നമ്മുടെ രാജ്യത്ത് 5 ലക്ഷം ആൾക്കാരോളം ട്യൂബർകുലോസിസ് വന്ന് TB വന്ന് മരിക്കാറുണ്ട് ഓരോ വർഷവും. അതുപോലെ തന്നെ 2 മില്യൺ കേസസ് ഓഫ് മലേറിയ എല്ലാ വർഷവും നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരുപാട് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ വളർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ മരിക്കുകയും ഒരുപാട് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ടാവുകയും ചെയ്യുന്നു. India gets a large number of medical tourists from many countries. They come for treatment in some of the hospitals in India that compare with the best in the world. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരും നമ്മുടെ രാജ്യത്ത് വന്നാണ് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തെ ഹോസ്പിറ്റൽസ് അത്ര ബെസ്റ്റ് ആയതുകൊണ്ടാണ് അല്ലേ. അപ്പം പല ആൾക്കാരും നമ്മുടെ രാജ്യത്ത് വന്നാണ് ചികിത്സ തേടുന്നത്. പല ഫോറിനേഴ്സും ഇവിടെ വരാറുണ്ട്. We are not able to provide clean drinking water to all. 21% of all communicable diseases are waterborne. For example, diarrhea, worms, hepatitis, etc. നമ്മുടെ നാട്ടിൽ ഇത്രയും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ ക്ലീൻ ആയിട്ടുള്ള വെള്ളം എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 21% ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചവ്യാധികളും ഈ വെള്ളത്തിൽ കൂടെയാണ് വരുന്നത്. ഓക്കെ, വാട്ടർ ബോൺ ഡിസീസസ് ആണ് അതൊക്കെ. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് ഡയേറിയ, വോംസ്, ഹെപ്പറ്റൈറ്റിസ് എന്നിവയൊക്കെ. India is the 4th largest producer of medicines in the world and is also a large exporter of medicines. 4th ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് എന്തിൻ്റെ? മെഡിസിൻ്റെ. അതുപോലെ തന്നെ ഒരുപാട് മെഡിസിൻസ് ഇവരെ എക്സ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. Half of all children in India do not get adequate food to eat and are undernourished. ഇന്ത്യയിലുള്ള പകുതിയോളം കുട്ടികൾക്ക് അവർക്ക് വേണ്ട പോലത്തെ നറീഷ്യസ് ആയിട്ടുള്ള ഫുഡും കിട്ടുന്നില്ല. അതുപോലെ തന്നെ അവർ അണ്ടർ നറീഷ്ഡുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്തെ 2 ബോക്സായിട്ട് തിരിച്ചിരിക്കുന്നത്. എന്താണ്? മെറിറ്റ്സും ഡീമെറിറ്റ്സും ആണ് അല്ലേ. നമ്മുടെ രാജ്യത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൻ്റെ പുരോഗതികളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഇന്നും മാറാത്ത കുറേ ഡിസഡ്വാൻറ്റേജസും ഇവിടെ തന്നിട്ടുണ്ട്.
അപ്പോൾ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ലഭിക്കാനായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കുഞ്ഞീസ് ക്ലാസ്സും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.